കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ്, അവർക്കെല്ലാം കർത്താവേ, നിന്റെ സാന്ത്വനം നൽകിയൊരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിൻ്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവർ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുമുറുപാടുന്ന വലത് കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ചെയ്ത പരിശുദ്ധ മരിയൻ ഉടമ്പടി, അതിൻ്റെ നിർവഹണ പ്രക്രിയയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമീപനം എന്താണെന്നുള്ളത് വളരെ ശ്രദ്ധാർഹമായ ഒരു വിഷയമാണ്. സമീപനം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഹെഡ് ടു ടെയിൽ എന്നും പറഞ്ഞ് ഒരു സമീപനം എടുക്കാം. അതായത് തല തൊട്ട് വാല് വരെ, ഹെഡ് ടു ടെയിൽ. രണ്ടാമത്തത് ടെയിൽ ടു ഹെഡ് എന്ന് പറഞ്ഞ് വേറൊരു സമീപനം എടുക്കാം. വാല് തൊട്ട് അല്ലെങ്കിൽ വയറ് തൊട്ട് തല വരെ. അപ്പോൾ അത് ശരിക്കും ഉടമ്പടി വരുമ്പോൾ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഈ ബെല്ലി ടു ഹെഡിലേക്ക് വന്നാൽ റിജക്ഷൻ റേറ്റ് കൂടുതലായിരിക്കും. അതിനകത്ത് നമ്മൾ ഹെഡ് ടു ടെയിൽ എന്ന് പറയുമ്പോൾ വാ തൊട്ട് വാല് വരെ വരുമ്പോൾ അത് നമുക്കറിയാം ഭക്ഷണം സഞ്ചരിക്കണ വഴിയാണ്. ഭക്ഷണം സഞ്ചരിക്കണത്, നമ്മൾ കഴിക്കണത്, ആഹാരം കഴിക്കണത് ബോഡി അക്സെപ്റ്റ് ചെയ്യലേ വരണേ. അത് തലേന്ന് താഴേക്കാണ് പോരണത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇനി റിജക്റ്റ് ചെയ്യണത് എന്താണ്? വയറിൽ നിന്ന് വായിലോട്ട് വരും, ഛർദിൽ ഒക്കെ റിജക്ഷനാണ്.
ആഹാരം റിജക്റ്റ് ചെയ്യണത് വായിലൂടെയും, വയറിൽ നിന്ന് വായിലൂടെയും, ആഹാരം കഴിക്കുന്നത് വായിൽ നിന്ന് വയറിലേക്കുമാണ്. ഇത് തന്നെയാണ് അപ്രോച്ചിൻ്റെ ഒരു പ്രശ്നമുണ്ട്. റിജക്ഷൻ, സർജറി എന്ന് പറഞ്ഞാൽ റിജക്ഷൻ അല്ല, ആഹാരം റിജക്റ്റ് ചെയ്യല്ലേ. ഇതുപോലെയാണ് നമ്മുടെ ഉടമ്പടിയിലെ ഒരു സമീപനം വെച്ചാൽ, ദൈവത്തിന് തല എന്ന് പറഞ്ഞാൽ ദൈവം. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ ഉപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ ഉടമ്പടി. കാര്യം ഉടമ്പടിയിലുള്ള എന്താണ്, അവൻ പറയുന്നത് പോലെ ചെയ്തു കൊള്ളാമെന്നല്ലേ. അപ്പം ചെയ്തു കൊള്ളാമെന്നുള്ളത് ചെയ്യണത് ആരാണ്? നമ്മളാണ്. പക്ഷെ ആദ്യം പറയുന്നത് എന്താണ്? അവനാണ് ആദ്യം. അപ്പം പ്രയോറിറ്റി ദൈവത്തിനാണ്. അവൻ പറയുന്ന പോലെ ചെയ്തു കൊള്ളാം. അപ്പം ചെയ്യണം നമ്മൾ, പ്രയോറിറ്റി ദൈവത്തിനാണ്. അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ആദ്യം നിങ്ങൾ, മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം, അതാണ് ഹെഡ്, അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇനി ഇത് റിജക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആൾക്കാരെ അടയാളങ്ങൾ അന്വേഷിക്കും. അപ്പം റിജക്ഷൻ വരും. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളെ അടയാളങ്ങൾ കണ്ടത് കൊണ്ടാണ് എനിക്ക് മറ്റു സ്ഥലങ്ങളിലെയും പ്രസംഗിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി പകല് ആൾക്കാർ വന്നപ്പോൾ ആൾക്കാരെ റിജക്റ്റ് ചെയ്യണില്ലേ? യോഹന്നാൻ 6:26 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറയും. അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊരു ചെറിയൊരു സംഭവം കാണാം. അതായത് കർത്താവിൻ്റെ അടയാളങ്ങൾ ലഭിച്ച ആൾക്കാരുണ്ട്. രോഗം സുഖപ്പെടുത്തിയവർ, അപസ്മാര രോഗം സുഖപ്പെടുത്തിയവർ, പിശാച് ബാധിച്ച് മാറ്റിയവർ, ഇങ്ങനെ കുറേ അനുഗ്രഹാനുകൂല്യം ലഭിച്ച ആൾക്കാരെ വീണ്ടും കർത്താവിനെ തിരക്കി വരും. അപ്പോൾ കർത്താവ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് മർക്കോസിൻ്റെ 1:32, 33, 34 വായിക്കണം. അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികളും പിശാച് ബാധിതരുമായ എല്ലാവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. നഗരവാസികളെല്ലാം വാതിൽക്കൽ സമ്മേളിച്ചു. വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവൻ സുഖപ്പെടുത്തി അനേകം പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്നത് കൊണ്ട് സംസാരിക്കാൻ അവരെ അവൻ അനുവദിച്ചില്ല. അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശിമയോനും കൂടെ ഉണ്ടായിരുന്നവര് അവനെ തേടി പുറപ്പെട്ടു. കണ്ടെത്തിയപ്പോൾ അവർ പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അവൻ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അവിടെയും അതാണ് റിജക്റ്റ് ചെയ്യണ്ട. ഇപ്പം തലേ ദിവസം രാത്രി സംഭവിച്ച രോഗസൗഖ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ വീണ്ടും പിന്നെയും രോഗസൗഖ്യത്തിനാണ് വരുന്നത് കർത്താവിൻ്റെ അടുത്ത്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഹെഡ് ടു ടെയിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൽ നിന്ന് വിഷയങ്ങളിലേക്ക് വരാം നമുക്ക്. പക്ഷേ വിഷയങ്ങളും ദൈവത്തിലേക്ക് പോകാൻ പാടായിരിക്കും. ആൾക്കാർക്ക് ചിലപ്പോൾ വിഷയങ്ങളൊക്കെ ദൈവത്തിൽ പോകത്തില്ല. ആൾക്കാർ രോഗശാന്തി കഴിഞ്ഞ രാത്രി രോഗശാന്തി കിട്ടിയ ആൾക്കാർക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങുകയാണ്. ദേ ഡസൻറ്റ് വാണ്ട് ഗോഡ്. ദൈവത്തിന് അവർക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അവർ റിജക്റ്റ് ചെയ്യണത്. ദൈവത്തിന് ആവശ്യമില്ലാതെ അനുഗ്രഹങ്ങൾ മാത്രം ആവശ്യപ്പെട്ട റിജക്ഷൻ്റെ സാധ്യതയുണ്ട്. അതാണ് ഈശോ പറയണത്. അതാ 1:38 വായിച്ചേ, മർക്കോസ് 1:38 വായിച്ചേ. അവൻ പറഞ്ഞു നമുക്ക് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാം. അടുത്ത പട്ടണങ്ങളിലേക്ക് അതായത് ഇവരെ വിട്ടു, വഴിയിൽ വിട്ടു.
അവിടെയും എനിക്ക് പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈശോയ്ക്ക് ഇതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. അത് നമുക്കും വ്യക്തത ഉണ്ടാകണം, സഭയ്ക്കും വ്യക്തത ഉണ്ടാകണം. ഈശോ എന്തിനാണ് വന്നതെന്ന്, ഈശോ എന്തിനാണ് വന്നതെന്ന്. രക്ഷയുടെ സുവിശേഷമാണ് വന്നത്. ഈശോ എന്തിനാണ് വന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും. സഭയും മറന്നു പോകുന്ന സമയത്ത് എന്തിനാണ് വന്നത്, അതിന് പകരം പിന്നെ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കും. ഈശോ അതിനാണ് ഈശോയ്ക്ക് കോൺഷ്യസ് ഉണ്ട്, അതിനാണ് ഞാൻ വന്നിരിക്കണതെന്ന്. രക്ഷയുടെ സുവിശേഷം കൈമാറാൻ, ആത്മരക്ഷയുടെ സുവിശേഷം. അപ്പോൾ അതിനാണ് ഞാൻ വന്നിരിക്കണമെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മുടെ മൂവ്മെൻറ്റ് ഹെഡ് ടു ടെയിലായിരിക്കും. അതാണ് സുവിശേഷ പ്രവർത്തകരുടെ വിജയം എന്ന് പറയുന്നത്. അവരെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടാണ് വിഷയങ്ങൾക്കെല്ലാം രണ്ടാം സ്ഥാനം കൊടുക്കുന്നത്. ഉടമ്പടി ഒരു ഹെഡ് ടു ടെയിൽ മൂവ്മെൻ്റാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത്.